ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാറുണ്ടോ? ശരിക്കും ഈ സ്ത്രീകളെ സംബന്ധിച്ച് വുമൺ സൈക്കോളജി പ്രകാരം സ്ത്രീകൾ നമ്മളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം ഒളിപ്പിക്കുന്ന സമയത്ത് വിസിബിൾ ആയിട്ട് കാണുന്ന 5 സ്വഭാവ രീതികളുണ്ട്, അല്ലെങ്കിൽ 5 സൈനുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ സ്വഭാവ രീതി നോക്കുകയാണെങ്കിൽ അവരുടെ മൊബൈൽ ഫോണ് പെട്ടെന്ന് അവരുടെ സ്വകാര്യതയായി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർമലി അവരുടെ മൊബൈൽ ഫോൺ ആരെടുത്താലും അവർക്ക് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ നിങ്ങൾ അവരുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിക്കാത്ത ആളുകളായിരിക്കാം. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ അവരുടെ ഫോൺ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുത്താൽ പോലും അവർ നിങ്ങളോട് വളരെ ബാഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്തിനാ എൻ്റെ ഫോൺ എടുക്കുന്നത്, എന്തിനാ എൻ്റെ പ്രൈവസിയിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നു. അതായത് അതൊരു സഡൻ ചേഞ്ച് ആണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നിങ്ങളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു ഫോണിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ അവരെന്തിനാണ് ഫോൺ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും ആ മൊബൈൽ ഫോണിൽ ഒളിപ്പിക്കാൻ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തില് നമ്മളുടെ ഫോൺ വേറെ ആരെങ്കിലും എടുക്കുന്ന സമയത്ത് അവരത് കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം നമ്മൾ അവരോട് ഒരു പരിസരബോധം വരെ വിട്ടു പോകുന്ന രീതിയിൽ നമ്മൾ ചൂടായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അവരുടെ സംസാര രീതിയിൽ പെട്ടെന്ന് വരുന്ന മാറ്റമാണ്. നോർമലി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരാളായിരിക്കാം. പെട്ടെന്ന് അവർ പല കാര്യങ്ങളും, ഈവൻ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവര് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും ഡിഫെൻസീവ് ആവുന്നതായിട്ട്, അതായത് നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവരെന്തെങ്കിലും കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോഴൊന്നും നിങ്ങളെ കൺസിഡർ ചെയ്യാത്ത പോലെയും അവർ പെരുമാറുന്നതാണ്. മൂന്നാമത്തെ കാര്യം, അവരുടെ ലൈഫ് സ്റ്റൈലിലും ഡേ ടു ഡേ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ റൂട്ടീൻ എന്താണെന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവരെന്താണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് തുറന്നു പറയാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ തുറന്നു പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പേസിൽ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ മറച്ചു വെക്കുന്ന ആ ഒരു കള്ളത്തരം നമ്മൾ പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു പേടി കാരണമായിരിക്കും അവർ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഇവർ പല കാര്യങ്ങളും നമ്മളിൽ നിന്നും ഹൈഡ് ചെയ്ത് പിടിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവരുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, ഒരു ഫീമെയിൽ ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ് എവിടെയായിരുന്നു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി നമുക്ക് തരില്ല. ഈവൻ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരുടെ ഫീമെയിൽ ഫ്രണ്ടിന്റെ കൂടെയാണ് പുറത്തു പോയതെങ്കിൽ പോലും ആ ഒരു കാര്യം നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയാൻ അവർ താല്പര്യം കാണിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചാൽ പോലും അവര് അവിടെ ഇവിടെയും തട്ടാത്ത രീതിയിലുള്ള മറുപടി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ ഡിസ്റ്റൻസ് കൂടും എന്നുള്ളതാണ്. ഇമോഷണൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് ഒട്ടും സംസാരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും നിൽക്കില്ല, ഇതൊന്നും അല്ല കേട്ടോ. അവർ നിങ്ങളോട് നോർമലി സംസാരിക്കുന്നുണ്ടായിരിക്കും, കാര്യമുള്ള കാര്യം മാത്രമായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ തമ്മിലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ, അതായത് നമ്മളെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ ചോദിക്കുക, നിങ്ങളുടെ ഹാപ്പിനെസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങളെ കെയർ ചെയ്യുക. ഈ രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഈ ഇമോഷണൽ ആയിട്ടുള്ള സംസാരങ്ങൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഈ ഇമോഷണൽ ഡിസ്റ്റൻസിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും അവർ തന്നെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഴയ പോലെ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് വരൂ, നമുക്ക് പുറത്തു പോവാം, നമുക്ക് സംസാരിക്കാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിച്ച് സോൾവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുന്ന സമയത്ത് അവർ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ പാർട്ട്ണർ കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ ഉറപ്പായും എന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യരുത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ മേ ബി ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഷറുള്ള ഒരാൾക്കും വരാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക.
ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ് ഈ രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേ ബി അത് അവരെന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ആവാം. സോ ഉറപ്പായും നിങ്ങൾ ഇതിലൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് കാര്യമെന്നുള്ളത് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.